തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. ഇതുവരെ വന്ന ഫലമനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവേശകരമായ വിജയമാണ് നേടിയിരിക്കുന്നത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11ലും LDF ആണ്. സർവതലങ്ങളിലും LDF മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്നു. ഇത് ജനങ്ങളുടെ വിജയമാണ്. നമ്മൾ ഒന്നായി തുടരണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത എല്ലാവരുടെയും വിജയമായാണ് ഇതിനെ കാണേണ്ടത്. കേരളത്തെയും അതിൻ്റെ നേട്ടങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നാടിനെ സ്നേഹിക്കുന്നവർ നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇവിടെ ഒരുപാട് ദല്ലാൾമാർ, കുപ്രചാരകർ, വലതുപക്ഷ വൈതാളികർ, പ്രത്യേക ലക്ഷ്യം വെച്ച് നീങ്ങിയ കേന്ദ്ര ഏജൻസികൾ, ഇവരൊക്കെ സംഘടിതമായി നടത്തിയ നുണപ്രചരണങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളീയർ ഉചിതമായ മറുപടിയാണ് നൽകിയത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, UDF കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാവുകയാണ്. BJPയുടെ അവകാശവാദങ്ങൾ ഒരിക്കൽ കൂടി തകർന്നടിഞ്ഞിരിക്കുന്നു. എന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു അവരുയർത്തിയിരുന്നത് എന്ന് ഇപ്പോൾ ഓർത്താൽ മതി. അതോടൊപ്പം തന്നെ വർഗീയ ശക്തികളുടെ ഐക്യപ്പെടൽ, ആ ഐക്യപ്പെടലിനും കുത്തിത്തിരിപ്പുകൾക്കും കേരള രാഷ്ട്രീയത്തിൽ ഇടമില്ല എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ്. 2005 ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ മുന്നേറ്റം ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ LDFനുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 2015 7 ജില്ലാ പഞ്ചായത്ത് വീതമായിരുന്നു LDFനും UDFനും ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ 11 ജില്ലാ പഞ്ചായത്തുകളിൽ LDF അധികാരത്തിൽ വരുന്ന നിലയുണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 98 ബ്ലോക്കിലാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ ഇക്കുറി 108 ബ്ലോക്കുകളിലാണ് വിജയിച്ചത്. കോർപ്പറേഷനുകളുടെ കാര്യത്തിലും 6-ൽ 5 വിജയം നേടിക്കൊണ്ട് LDF വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. അതിൽ 514 LDFന്
വ്യക്തമായ മേൽക്കൈ നേടാനായിട്ടുണ്ട്. ഇതിലൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, കൃത്യമായ മുന്നണി സംവിധാനത്തിലൂടെയാണ് ഒരു തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടോ നീക്കുപോക്കോ ധാരണയോ അങ്ങനെയുള്ള ഒന്നിനും പോകാതെ സംശുദ്ധമായ മുന്നണി നില പാലിച്ചുകൊണ്ടാണ് 55% ഗ്രാമപഞ്ചായത്തുകളിൽ LDF വിജയിച്ചത്. ഇപ്പോഴത്തെ നിലയിൽ മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിലാണ് കഴിഞ്ഞ തവണത്തെ നേട്ടം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിയാതിരുന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ 48 ഇത്തവണ അത് 35 മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന മുന്നണി പുറകോട്ട് പോവുകയായിരുന്നു. അവിടെ ഇത്തവണ സംഭവിച്ചത്, ഭരണത്തിലിരിക്കുന്ന മുന്നണി വൻ വിജയം നേടിയതാണ്. ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട മേഖലയിലോ പ്രദേശത്തോ മാത്രമായല്ല മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമഗ്ര ആധിപത്യമാണ് നേടിയിട്ടുള്ളത്. ജനങ്ങൾ കലവറയില്ലാതെ പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. അതിലെല്ലാ വിഭാഗവുമുണ്ട്, എല്ലാ പ്രദേശക്കാരുണ്ട്, വിവിധ ഏറിയക്കാരുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വെച്ചാൽ വിവിധ ജാതി മത വിഭാഗങ്ങളെല്ലാമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഭേദവുമില്ലാതെ LDFനെ പിന്താങ്ങുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അത് തീരദേശമായാലും മലയോര മേഖലയായാലും നമ്മുടെ നാടിൻ്റെ വ്യത്യസ്ത മേഖലകൾ നാം മനസ്സിൽ കണ്ടാൽ മതി. ആ വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് തോന്നുന്ന എല്ലായിടവും LDFനെ വലിയ സ്വീകാര്യതയോടെയാണ് ജനങ്ങൾ സമീപിച്ചത്. അതുകൊണ്ടാണ് ഇത് കേരള ജനതയുടെ വിജയമാണ് എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കിയത്. എല്ലാ കാലത്തും UDFന് ആധിപത്യമുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ കോൺഗ്രസും UDFും ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. UDFനെ നയിക്കുന്ന പ്രധാന നേതാക്കളുടെ തട്ടകങ്ങളിൽ പോലും പതിറ്റാണ്ടുകളുടെ ചരിത്രം തിരുത്തി LDF വിജയക്കൊടി നാട്ടിയിരിക്കുകയാണ്. ഒരിക്കലും തങ്ങളെ കൈവിടില്ല എന്ന് കരുതിയ പ്രദേശവും ജനങ്ങളുമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള അട്ടിമറി സംഭവിച്ചിരിക്കുന്നത്. അതിന് വേറെ കാരണമൊന്നുമില്ല. ആ പാർട്ടിയുടെ, ആ മുന്നണിയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകരുന്നു എന്നതിൻ്റെ സൂചനയാണിത്. നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ നേട്ടങ്ങൾ തകർക്കാനും പ്രതിസന്ധികളിൽ ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം
പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്താനും തയ്യാറായതിനുള്ള ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് അവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. LDF കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ജനകീയ അടിത്തറ വിപുലമായിരിക്കുന്നു. കൂടുതൽ ജനാധിപത്യ ശക്തികളും ജനങ്ങളും LDFനോടൊപ്പം അണിചേർന്നിരിക്കുന്നു. അതിൻ്റെ ആകത്തുക, അല്ലെങ്കിൽ അതെല്ലാം കൂടി ഉണ്ടാകുന്ന കരുത്ത് ഈ വിജയത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്, പ്രതിഫലിച്ചിട്ടുമുണ്ട്. നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. അത് കേരളത്തിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷതയോടൊപ്പമാണ്. മതനിരപേക്ഷത സംരക്ഷിക്കാനും വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടാനും LDF ആണ് ഇവിടെയുള്ളത് എന്ന് കേരള ജനത തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് LDFനെ ജനങ്ങൾ കൂടുതലായി വിശ്വസിക്കുന്നത്. നാടിനെ പിന്നോട്ടടിപ്പിക്കാനും തെറ്റായ പ്രചരണം നടത്താനും തയ്യാറായവരുടെ കൂടെയല്ല നമ്മുടെ നാടിൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നത്. ആസൂത്രിതമായി സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകളും അപവാദങ്ങളും ആധികാരികമെന്ന നിലയിൽ പ്രചരിപ്പിക്കാനും അതിലൂടെ LDFനെയും സർക്കാരിനെയും തകർത്തു കളയാനും ചില മാധ്യമങ്ങളും ഈ ഘട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വികലമായ ചില മനസ്സുകൾ ചില അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് വരും. അത് അസംബന്ധങ്ങളായി കണക്കാക്കേണ്ടതേ ഉള്ളൂ സാധാരണഗതിയിൽ. പക്ഷെ അത്തരം അസംബന്ധങ്ങൾക്ക് വൻ പ്രാധാന്യം കൊടുത്ത് എന്തോ ഒരു മഹാകാര്യം വന്നിരിക്കുന്നു എന്ന മട്ടിൽ വാർത്ത ചമച്ച ചില മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ തരംതാണ രീതി പിന്തുടരുന്നതും നാം കണ്ടിട്ടുണ്ട്. ഒറ്റ ഉദ്ദേശമേ അതിനൊക്കെയുള്ളൂ, ജനങ്ങളെ കഴിയാവുന്നത്ര തെറ്റിദ്ധരിപ്പിക്കുക. പക്ഷേ ഇപ്പോൾ അനുഭവത്തിൽ നാം കാണുന്നത് എന്താ? അത്തരം കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായില്ല എന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ 4.5 വർഷം LDF സർക്കാർ ഈ കേരളത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുണ്ട്, ജനക്ഷേമ പരിപാടികളുണ്ട്. ഇവക്കെല്ലാം ജനങ്ങൾ വലിയ പിന്തുണയാണ് നേരത്തെ നൽകിയിട്ടുള്ളത്. ആ പിന്തുണയുടെ തുടർച്ചയാണ് ഈ വിജയം എന്നത് നിസ്സംശയം പറയാവുന്നതാണ്. ആ നേട്ടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും അതിന് തുടർച്ച ഉണ്ടാവണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ സമാനതകളില്ലാത്ത അപവാദ പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കഴിഞ്ഞ 4-5 മാസമായി സർക്കാരിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ
ഇകഴ്ത്തിക്കാണിക്കാൻ BJPയും കോൺഗ്രസും നടത്തി വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വ്യാപകമായി ദുരുപയോഗിക്കുന്നത് നാം കണ്ടു. അതിനെ ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ദുഷ്പ്രചരണ പ്രളയം ജനഹിതത്തെ അട്ടിമറിക്കാൻ പര്യാപ്തമാകും എന്നാണ് ഇതിൻ്റെ സ്രഷ്ടാക്കൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേക രീതിയിലുള്ള സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ്. ശരിയായ രീതിയിൽ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം കുപ്രചരണങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞ് LDFന് വൻ പിന്തുണ ജനങ്ങൾ നൽകുകയാണുണ്ടായത്. ഒരു തരത്തിലുള്ള ദുസ്വാധീനത്തിനും വഴങ്ങാതെ തീരുമാനമെടുത്ത വോട്ടർമാരെ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോഴെങ്കിലും നാം ഒരു കാര്യം പുനഃപരിശോധിക്കുന്നത് നല്ലതാണ്. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, തെറ്റായ മാർഗം സ്വീകരിച്ചവർ, അത് ശരിയായോ എന്ന് പുനരാലോചിച്ചുകൊണ്ട് ശരിയായ രീതി പിന്തുടരാൻ, നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്കുതകുന്ന സമീപനം സ്വീകരിക്കാൻ, തെറ്റായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ നിലപാടെടുത്താൽ നന്നാവും. ഇതിൻ്റെ അർത്ഥം LDFനെ എല്ലാവരും പിന്താങ്ങണമെന്നൊന്നുമല്ല. അങ്ങനൊരു അഭ്യർത്ഥനയൊന്നും മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കുകയല്ല. LDF സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ ആരോഗ്യകരമായ വിമർശനം സ്വാഭാവികമായും സ്വാഗതം ചെയ്യുന്നതാണ്. ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിമർശനമുണ്ടായാൽ ആ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ച് വല്ല പിഴവും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിപ്പോകുന്നതിന് സർക്കാരിന് അത്തരം വിമർശനങ്ങൾ സഹായകരമാവും. ആ വിമർശനങ്ങളെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചിലർ ഭാവനയിലൂടെ കഥകൾ മെനയുക, ആ ഭാവനയിലൂടെ മെനയുന്ന കഥകൾ പച്ചക്കള്ളമാണെന്ന് ബോധ്യമുണ്ടായിട്ടും അതിന് വൻ പ്രാധാന്യം കൊടുക്കുക. ഒറ്റ ഉദ്ദേശം മാത്രം, അതിലൂടെ LDFനെ തൽക്കാലം ഒന്ന് 1-2 ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ ഇകഴ്ത്തി കാണിക്കാൻ പറ്റും. ആ ഒരു വേല വേണോ? തങ്ങൾക്ക് കൂടി ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മുടെ നാടിന് തുടർ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്താനുണ്ട്. അത്തരം കാര്യങ്ങളിൽ പിന്തുണ നൽകുന്ന സമീപനം പൊതുവെ സ്വീകരിക്കണമെന്നാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പം ജനങ്ങളെ നമ്മൾ കാണേണ്ടത്
ജനങ്ങൾ അവരുടെ നിലപാടുകൾ തീരുമാനിക്കുന്നത് അവരുടെ സ്വന്തം ജീവിത അനുഭവങ്ങളിലൂടെയാണ്. അതിനെ നാം കുറച്ച് കാണരുത്. ഇപ്പോൾ അപവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ആവർത്തിച്ച് ആ സമയം വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും. അതായത് ഈ അപവാദം പ്രചരിപ്പിക്കുന്നവർക്ക് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയും എന്നായിരുന്നു ഞങ്ങൾ വ്യക്തമാക്കിയത്. അതുതന്നെയാണ് സംഭവിച്ചത്. നാം ജനങ്ങളെ ചുരുക്കിക്കാണരുത്. ഇപ്പോൾ ജനവികാരം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ നാം എല്ലാവരും തയ്യാറാവണം. അപ്പം അങ്ങനെ വരുമ്പോൾ ജനവിരുദ്ധമായ നിലപാടുകൾ ഉപേക്ഷിക്കുന്നതിന് സാധാരണഗതിയിൽ UDF-ഉം BJP-യും തയ്യാറാവുകയാണ് വേണ്ടത്. അത്തരമൊരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എങ്കിലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതേവരെ സ്വീകരിച്ച നില ജനങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്തിരിയുന്ന നില അവർ സ്വീകരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന മാധ്യമങ്ങളും സ്വയംവിമർശനപരമായൊരു പരിശോധനയ്ക്ക് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നടന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനക്ഷേമ പരിപാടികളുണ്ട്. അതൊക്കെ തമസ്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം നാടിൻ്റെ താല്പര്യത്തിന് ഗുണകരമായോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാനാവും. ഈ കഴിഞ്ഞ 4.5 വർഷക്കാലവും ജനങ്ങളോടൊപ്പം നിന്നാണ് ഈ സർക്കാർ പ്രവർത്തിച്ചത്. അപ്പം അതിന് ഉത്തമമായ തെളിവാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ 600 പരിപാടികളിൽ 570 എണ്ണവും നടപ്പാക്കിയത്. മാത്രമല്ല, പ്രകടന പത്രികയിൽ പറയാത്ത 100 കണക്കിന് പദ്ധതികൾ, പരിപാടികൾ, പുതിയ പ്രോജക്റ്റുകൾ സർക്കാർ ഏറ്റെടുത്തു. സമാനതകളില്ലാത്ത വികസനം സർവ്വമേഖലയിലും. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പറഞ്ഞ സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനം, അതിനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, പൊതുവിദ്യാഭ്യാസ മേഖല, പൊതുജനാരോഗ്യ രംഗം, വീടില്ലാത്ത 2.5 ലക്ഷത്തോളം പേർക്ക് വീട്. ഞാനൊരു ചെറിയൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ, പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ കൂടിയുള്ളൊരു പരിപാടിയാണ്, വലിയ പരിപാടിയൊന്നുമല്ല, രാഷ്ട്രീയക്കാരല്ലാത്തവരാണ്. അപ്പോൾ ആ പരിപാടിയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കേരളത്തിൽ 10 ലക്ഷം ആളുകൾക്ക് ഈ സർക്കാർ വീട് നൽകിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ മെല്ലെ പറഞ്ഞല്ല, 2.5 ലക്ഷം വീട്. അതെ അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിലൊരു 4 ആൾ ഒരു വീട്ടിലുണ്ടായാൽ 10 ലക്ഷം ആയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ആൾ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ എങ്ങനെ കാര്യങ്ങൾ കാണുന്നുവെന്നാണത് കാണിക്കുന്നത്. 10 ലക്ഷം ആളുകൾക്ക് വീട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് മെല്ലെ തിരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. 2 ലക്ഷത്തോളാണ് ആയത്. അപ്പോഴാണ് അദ്ദേഹം എന്നെ തിരുത്തുന്നത്,
ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വീട്ടിൽ 4 ആൾ, ആ 4 ആളുണ്ടായാൽ 10 ലക്ഷമായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം എന്നെ തിരുത്തുകയാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. നാം അത് ഓർക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റെക്കോർഡ് മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അസാധ്യം എന്ന് കരുതിയ പല പദ്ധതികളും യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെയുള്ളൊരു പ്രത്യേകതയാണ്, നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം പ്രതിസന്ധി നേരിടേണ്ടി വന്ന മറ്റൊരു സർക്കാരും ഉണ്ടായിട്ടില്ല. ഓഖി, നിപ്പ, നൂറ്റാണ്ടിലെ മഹാപ്രളയം, അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം അതിഭയങ്കരമായ അതിവർഷക്കെടുതി, ഇപ്പോൾ കോവിഡ് മഹാമാരി. നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിട്ടത്? എല്ലാവരും ഒന്നിച്ചു നിന്നു, ജനങ്ങളാകെ ഒന്നിച്ചു നിന്നു. ജനങ്ങളാകെ ഒരുമയോടെ നിന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ സർക്കാരിനും കഴിഞ്ഞു. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് നീങ്ങിയത്. ഒരു ഘട്ടത്തിലും ജനത്തെ കൈയൊഴിയാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ ഏറ്റവും ഒടുവിൽ കോവിഡിൻ്റെ പ്രതിസന്ധി ദീർഘനാളുകളാണല്ലോ ഉണ്ടായത്. ആ ഘട്ടത്തിൽ പലയിടങ്ങളിലുമുള്ള പല ദുരിത പർവ്വങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ പട്ടിണിയില്ലാതെ നാട്ടുകാർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റി. ആരും പട്ടിണി കിടക്കരുത് എന്ന നില ഒരു ദൃഢനിശ്ചയം പോലെ നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള ജനങ്ങൾ തന്നെ ഏറ്റെടുത്തു. സർക്കാർ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് കേവലം സർക്കാരിൻ്റെ മാത്രം ഒന്നായിട്ടല്ല വന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, നാട്ടുകാരാകെ അത്തരമൊരു പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ നാട്ടിലുണ്ടായ കാര്യം. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ വിലമതിക്കുന്നുണ്ട്. ഞങ്ങൾ പുരപ്പുറത്ത് കയറി നിന്ന് കൊട്ടിഘോഷിച്ചിട്ടുണ്ടാവില്ല, ഇതാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നുവെന്ന്. ജനങ്ങൾ നേരിട്ടത് അനുഭവിക്കുന്നുണ്ട്, അവരത് ഹൃദയത്തിലേറ്റുന്നുണ്ട്. ആ ജനങ്ങളാണ് ഞങ്ങളോടൊപ്പം നിന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 16-ാം തീയതി നമുക്ക് കാണാം എന്ന് നേരത്തെ പറയുന്നതിനും ഉള്ള ആത്മധൈര്യം ഞങ്ങൾക്കുണ്ടായത്. അത് ജനങ്ങളിലുള്ള വിശ്വാസമാണ്. LDF-ൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കും എന്ന് ആവർത്തിച്ച് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. വലിയ ഉത്തരവാദിത്വമാണ്. സ്വാഭാവികമായും ഞങ്ങളെ വിശ്വസിച്ച് ജനങ്ങൾ ഏൽപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ കാണുന്നു. ഇവിടെ ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ വിനയാന്വിതരായി ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അർപ്പിച്ച വിശ്വാസം ഒരു ഘട്ടത്തിലും തെറ്റായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കാരണം ഇത് LDF-ന്റെ സർക്കാരാണ്. നാട്ടിലെ ജനങ്ങളെ നേരിട്ടറിയാവുന്ന, ജനതാൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന,
പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും കൂടെ നിൽക്കുന്ന ഒരു മുന്നണിയാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർപ്പിച്ച വിശ്വാസം അതിൻ്റെ ശരിയായ രീതിയിൽ നടപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അത് തുറന്നും ആ രീതിയിൽ തന്നെ നിറവേറ്റുമെന്ന് ഈ ഘട്ടത്തിൽ ആവർത്തിച്ചുറപ്പ് നൽകാൻ ഞാൻ തയ്യാറാവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും മാസം അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ മാസവും തീയതിയൊന്നും ഞാൻ പറയുന്നില്ല. ജനങ്ങൾക്ക് കഴിയാവുന്നത്ര ആശ്വാസം നൽകാൻ മാത്രമേ ഞങ്ങൾ ഇതേവരെ ശ്രമിച്ചിട്ടുള്ളൂ. അത് തന്നെയാണ് തുറന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇവിടെ ഒരുപാട് പദ്ധതികളുടെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കാൻ തീവ്രമായ ശ്രമം തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു പ്രത്യേകത നാം കാണേണ്ടത്, 3 മാസം മുൻപ് പ്രഖ്യാപിച്ച 100 ദിന പരിപാടിയുണ്ട്. ആ 100 ദിന പരിപാടിയുടെ ദിവസം പൂർത്തിയായി. അത് പ്രഖ്യാപിച്ചതിനേക്കാളും വലിയ വിജയമാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. അടുത്തൊരു 100 ദിന പരിപാടി കൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ബാധകമായതുകൊണ്ട് ഇപ്പോൾ അത് പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഘട്ടം കഴിയുന്ന ദിവസം അതിൻ്റെ വിശദാംശങ്ങളാകെ നാടിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കും. കഴിഞ്ഞ 100 ദിവസ പരിപാടിയുടെ അതേ രീതിയിൽ തന്നെയുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരിക്കും ആ 100 ദിന പരിപാടിയിൽ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ. ഇവിടെ നാം കാണേണ്ട മറ്റൊരു വസ്തുത, BJPയുമായി രഹസ്യമായി, അതേപോലെ തന്നെ തീവ്ര വർഗീയ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുമായി, അവരുടെ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായി ധാരണയുണ്ടാക്കിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപൂർവം ചിലയിടങ്ങളിൽ UDFും BJPയും അല്ലെങ്കിൽ ഇത്തരം വർഗീയ ശക്തികളും ഒന്നിച്ച് സന്തോഷിക്കുകയും ഒന്നിച്ച് ദുഃഖിക്കുകയും ചെയ്യുകയാണ്. പരാജയപ്പെട്ടത് ദുഃഖിക്കുന്നു, വിജയിച്ചെടുത്ത് സന്തോഷിക്കുന്നു. കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഈ ഒരു പ്രതിഭാസം കാണാൻ നമുക്ക് കഴിയും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യം അംഗീകരിക്കുന്നില്ല എന്ന് എത്ര തവണയാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നതായി നമ്മൾ കേട്ടത്? AICC അംഗീകരിക്കുന്നില്ല, KPCC ഭാരവാഹിയുടെ പ്രഖ്യാപനം. എന്നാൽ പലയിടത്തും പരസ്യ സഖ്യം. ഈ പറഞ്ഞ ആൾ ചെന്നപ്പോൾ തന്നെ അവിടെയും ഈ പറയുന്ന സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി വേദിയിൽ, അതിനുവേണ്ടി വോട്ട് ചോദിക്കൽ. മതനിരപേക്ഷതയ്ക്ക് എതിരായ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നതാണ് കണ്ടത്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്യമായി ഈ കാര്യത്തിൽ വിരുദ്ധാഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടു. സഖ്യമുണ്ടെന്നും ഇല്ലെന്നും. ആ തർക്കമൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരുതരം വേല മാത്രമായിരുന്നു. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താ? മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്
കേരളത്തിൽ നിലനിൽക്കുന്ന സമാധാനം, സമുദായ മൈത്രി, എത്ര വിപുലമായ മതനിരപേക്ഷതയാണ് ഇവിടെ നിലകൊള്ളുന്നത്. വർഗീയതയ്ക്കെതിരായ സമീപനം. അപ്പോൾ മതനിരപേക്ഷതയുടെ അടിത്തറ, ജനങ്ങളുടെ മതനിരപേക്ഷതാ ബോധം, അതാണ് ഇതിനിടയാക്കിയത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ മതനിരപേക്ഷ അടിത്തറ ഒരു കൂട്ടർക്ക് ആപത്താണ്. അവർ കാണുന്നത് ആ മതനിരപേക്ഷ അടിത്തറ എത്ര വേഗം തകർക്കാനാകുമോ അത്ര വേഗം തകർക്കണം എന്നാണ്. ആരാണത്? വർഗീയ ശക്തികൾ. ഇവിടെ RSSും BJPയും നിരന്തരം അതിനുവേണ്ടി പരിശ്രമിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാർ ചെയ്യേണ്ടത് എന്താ? അതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. അതിനു പകരം അതിനോടൊരു മൃദു സമീപനം, അതോടൊപ്പം തന്നെ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായുള്ള കൈകോർക്കൽ, ഇതല്ലേ കോൺഗ്രസ് കേരളത്തിൽ നടപ്പാക്കുന്നത്? അത്തരമൊരു നിലപാടിലൂടെ മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്താനാകുമോ? കേരളത്തിൻ്റെ സമൂഹ മൈത്രിക്ക് അപകടം വരുത്തിവെക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇനിയെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിൽ ആലോചിക്കിൻ. ഈ നിലപാട് കൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു? ഈ സമൂഹത്തിന് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആപത്ത് എത്ര വലുതായിരിക്കും എന്നൊന്ന് ശാന്തമായി മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ. കുറച്ച് വോട്ടും 4 സീറ്റുമല്ല പ്രധാനം. ഈ നാടിൻ്റെ മതനിരപേക്ഷത ഭദ്രമായി നിലനിർത്തലാണ്. അതെപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ സംഘടിതമായി നടന്ന സർക്കാരിനെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ ഒരു വലിയ പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതിനെയെല്ലാം അതിജീവിച്ചാണ് ഇത്തരമൊരു നിലയുണ്ടായതെങ്കിലും അപൂർവം ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ടാകുമെന്നത് ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. എന്നാൽ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയവരും കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയും എന്ന പൂർണ്ണ വിശ്വാസം, വളരെ വേഗം തന്നെ കാര്യങ്ങൾ തിരിച്ചറിയും എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പം ഞങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും 4 ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിച്ച് ഇല്ലാതാക്കി കളയാമെന്ന് വിചാരിച്ചവർ ആ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെയൊന്നും തകർന്നു പോകുന്നവരല്ല ഞങ്ങൾ ഇന്ന്. ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ഒരു വീണ്ടും വിചാരം ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഞങ്ങളെ നശിപ്പിക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ നേരത്തെ നടന്നു. അതിൻ്റെ ഒന്നും ഭാഗമായിട്ട് ഞങ്ങൾ തകർന്നു പോയിട്ടില്ലല്ലോ. നിങ്ങളിതുകൊണ്ട് കാര്യങ്ങളാകെ ഉപേക്ഷിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ പറയല്ല. നിങ്ങളപ്പോൾ പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. അതാണ് ഞങ്ങൾ എതിരാളികൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ അനുഭവത്തിൽ നിന്നൊരു പാഠവും പഠിക്കാൻ ഞങ്ങൾ എതിരാളികൾ തയ്യാറാകാറില്ല. ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോലും വ്യാജ പ്രചരണങ്ങൾ നടത്താൻ തയ്യാറായവരുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ പച്ചക്കള്ളങ്ങൾ ഞങ്ങൾക്ക് മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിമിഷങ്ങളുടെ മാത്രം ആയുസ്സുള്ള ആരോപണങ്ങൾ പോലും വലിയ തോതിൽ കൊട്ടിഘോഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം ജനഹിതത്തെ സ്വാധീനിച്ചിരുന്നെങ്കിൽ
സ്വാധീനിക്കുന്ന നിലയുണ്ടായിരുന്നുവെങ്കിൽ എൽ ഡി എഫിന് കേരളത്തിൽ വോട്ടും സീറ്റും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, എൽ ഡി എഫ് തന്നെ ഇല്ലാതായി പോവുമായിരുന്നു. കാരണം അത്ര വലിയ അപവാദ പ്രചരണമാണല്ലോ അഴിച്ചുവിട്ടിരുന്നത്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട് വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല. അവർക്ക് എൽ ഡി എഫിലും വിശ്വാസമുണ്ട്, എൽ ഡി എഫിന് ജനങ്ങളിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കുപ്രചരണങ്ങളെയൊക്കെ തള്ളിക്കളയുന്ന നിലയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് നാടിൻ്റെ വികസന പദ്ധതികളെ തകർക്കാൻ എത്ര വലിയ ശ്രമമാണ് കോൺഗ്രസും യു ഡി എഫും നടത്തിയത്. ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർക്കാരിൻ്റെ വൻകിട വികസന പദ്ധതികളെ സ്തംഭിപ്പിക്കാൻ ഇടപെട്ടപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത്. അവിടെ നിന്നില്ല. അവസാനം എന്താ പറഞ്ഞ്, തങ്ങളും കുതിരപ്പുറത്ത് കയറി എന്നാ വിചാരിച്ച് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുന്നു. 2.5 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടിയ വീട് ഞങ്ങളതെല്ലാം ഇല്ലാതാക്കും എന്ന് പറയാൻ സാധാരണ നിലക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാവും. അത്രേ ഇപ്പോൾ പറയേണ്ടതുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഉള്ളവർ മാത്രമല്ല, വീട് ലഭിക്കാത്ത ലക്ഷങ്ങൾ വേറെയുണ്ട്. അവരപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സർക്കാർ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളോ മറ്റോ അധികാരത്തിൽ വന്നാൽ ഇത് മുഴുവൻ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്. ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമല്ലേ ഇത്? അതല്ലെങ്കിൽ പാവപ്പെട്ടവരോടുള്ള യുദ്ധപ്രഖ്യാപനമല്ലേ ഇത്? മാത്രമല്ല, എല്ലാ മിഷനുകളും പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ആ മിഷനുകളുടെ എല്ലാ കാര്യവും പറയേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയ മിഷനുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എല്ലാം നാടിനു വേണ്ടിയുള്ളതല്ലേ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം, ഹരിത കേരള മിഷൻ, ലൈഫ് മിഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിലേതാണ് നാടിന് ദ്രോഹം വരുന്നത്? നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു കുടുംബത്തിലെ കുട്ടിക്ക് ഏറ്റവും മികച്ച ലോകോത്തര നിലവാരമുള്ള വിദ്യാലയത്തിൽ പഠിക്കാൻ കഴിയുക എന്നത് മറ്റെവിടെയെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? അതിന് പാവപ്പെട്ടവരോട് പ്രതിബദ്ധത വേണം. അക്കൂട്ടർക്കേ അത് ചെയ്യാൻ പറ്റൂ. ഇവിടുത്തെ ആരോഗ്യരംഗം എല്ലാവരും പ്രശംസിക്കുന്നു. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയാണ് മാറിയത്. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വരുന്നു. എന്തെല്ലാം മാറ്റങ്ങൾ! ഇതെല്ലാം ഇല്ലാതാക്കുമെന്ന് പറയാൻ എങ്ങനെ കഴിയുന്നു? അതോടൊപ്പം തന്നെ നമ്മുടെ സെമി ഹൈസ്പീഡ് റെയിൽ അത് വേണ്ട എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് 4 മണിക്കൂർ കൊണ്ട് എത്തുന്നൊരു യാത്ര എറണാകുളത്ത് ജോലിയുള്ള തിരുവനന്തപുരക്കാരൻ, തിരുവനന്തപുരത്ത് ജോലിയുള്ള എറണാകുളക്കാരൻ, എറണാകുളത്ത് ജോലിയുള്ള കാസർഗോഡുകാരനോ കോഴിക്കോടുകാരനോ 2 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ അവരുടെ ജോലി സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞാൽ രാവിലെ അവർ പുറപ്പെട്ടാൽ മതി വീട്ടിൽ നിന്ന്. വൈകുന്നേരം അവർ വീട്ടിൽ തിരിച്ചെത്തും.
ആ യാത്രാ സൗകര്യമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതാണോ നാടിനെതിരെ? അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം കേട്ടപ്പോൾ എന്തെല്ലാമാണ് പറയുന്നത് എന്നതിനെപ്പറ്റി പ്രതികരിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇതിനെല്ലാമുള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയതെന്ന് കണക്കാക്കണം. ഇത്തരം കാര്യങ്ങളിൽ നല്ല നിലക്ക് കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവണം. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവർ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ കുറച്ചധികമായി പോയി സമയം എന്നുള്ളത് കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. LDFിൻ്റെ പ്രവർത്തകർ സ്വാഭാവികമായും ഈ വിജയത്തിൽ ആഹ്ലാദിക്കും. പക്ഷെ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, കോവിഡാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കൃത്യമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടത്താവൂ. ഇന്ന് 6185 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണങ്ങൾ കോവിഡ് മൂലം ആണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 58,184 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 5,295 പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്തത് 770 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 54 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 61,882 സാമ്പിളുകൾ പരിശോധന നടത്തിയിട്ടുണ്ട്. 5,728 പേർ രോഗമുക്തരായി. അതുകൊണ്ട് എല്ലാ ആളുകളും അത് ആര് എന്ന വ്യത്യാസമില്ലാതെ വിജയാഘോഷത്തിലായാലും തുടർന്ന് ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും അധികാരം ഏറ്റെടുക്കുന്ന ഘട്ടത്തിലായാലും എല്ലാ പരിപാടികളും കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെല്ലാവരും ഉറപ്പുവരുത്തണം എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ ഇന്ന് പറയാനുള്ളത്. BJP ഇവിടെ ഉദ്ദേശിച്ച പോലെ നേട്ടമുണ്ടാക്കിയെന്ന് അവർ തന്നെ കാണുന്നില്ല. അവർ വലിയ തോതിൽ തകർന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യം കോൺഗ്രസ് ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവർ സ്വീകരിക്കുന്ന നിലപാട് BJPക്ക് വളമേകുന്ന നിലപാടാണ്. കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒട്ടേറെ നേതാക്കന്മാരും ആളുകളും BJPയിലേക്ക് മാറിപ്പോകുന്നത് നാം കാണുന്നുണ്ട്. അതിനിടയാക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തെ ശക്തമായി എതിർത്തു പോകാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. രണ്ടും ഒരേ നിലപാട് പല കാര്യങ്ങളിലും സ്വീകരിച്ചു പോവുകയാണ്. അവിടെയാണ് മാറ്റം വരേണ്ടത്. അത് എതിർക്കാനും അതിനെ തുറന്നു കാണിക്കാനും തയ്യാറാവണം. ഇന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്നയാൾ ഏത് സ്ഥാനത്തിരിക്കുന്നയാളായാലും നാളെ അപ്പുറത്ത് പോകുന്നതിനൊരു വിഷമമില്ല എന്നൊരു മട്ടിലേക്ക്, അത്തരമൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിലേക്ക് എത്താൻ പാടില്ല. അത് കൃത്യമായി ഈ ഒരു നയം സ്വീകരിക്കാത്തതിൻ്റെ ഫലമായി സംഭവിക്കുന്നതാണ്. കൃത്യമായി തുറന്നു കാണിക്കുന്ന നില വേണം. എതിർക്കേണ്ടതിന് എതിർത്തു പോകണം. യഥാർത്ഥത്തിൽ അത്തരമൊരു എതിർപ്പ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇന്ന് കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ കാണുന്ന ആളുകളെ നാളെ അവിടെ തന്നെ കാണുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു നിലയിലേക്ക് സംഭവങ്ങൾ വളരുന്നു എന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അത് കോൺഗ്രസ് തന്നെ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. കേരളത്തിൻ്റെ അന്തരീക്ഷം നോക്കിയാൽ BJP വളരുകയല്ല ചെയ്തിട്ടുള്ളത്. അവർ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ അവകാശവാദങ്ങളായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടില്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ പിന്നീടൊരു ഘട്ടത്തിൽ നമുക്ക് വിശദമായി തന്നെ വിശകലനം ചെയ്യാം. ഒന്നും പ്രത്യേകമായി നേടിയെന്ന് പറയാൻ BJPക്ക് കഴിയില്ല. എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പൊതുവിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റത്തെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിന് ആക്കം പകരുന്ന ഒന്നായി തന്നെയാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി വന്നതും സംഭവിച്ചത്. പിന്നെ കേരള കോൺഗ്രസ് എം വന്നപ്പോൾ അതിൻ്റെതായ ഒരു ഊർജവും കൂടി LDFന് കിട്ടുന്ന നിലയുണ്ടായി. വലിയ തോതിലുള്ള സ്വീകാര്യത ആ പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമില്ലാത്ത ചില സ്ഥലങ്ങൾ നോക്കിയാൽ അവിടെയും വലിയ മാറ്റം സംഭവിച്ചതായിട്ട് കാണാൻ പറ്റും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി എല്ലാ പ്രദേശങ്ങളിലും മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ആ മാറ്റത്തെ നാം കാണണം. അതോടൊപ്പം തന്നെ LDFൻ്റെ ജനകീയ അടിത്തറ വിപുലമാകുന്നതിന് ജോസ് കെ മാണിയുടെ പാർട്ടി വന്നത് സഹായകരമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടുതൽ ശക്തിപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അല്ല, അത് BJP തീരുമാനിക്കേണ്ട കാര്യമല്ലേ. BJPയുടെ ഇംഗിതത്തിനനുസരിച്ച് കേന്ദ്ര ഏജൻസികൾ തുള്ളാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ മോശമാവുമല്ലോ. കേന്ദ്ര ഏജൻസികളുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത് അവർക്ക് കൃത്യമായ പ്രവർത്തന രീതികളുണ്ട്, വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. ആ രീതികൾ വെച്ച് മാത്രമേ അവർ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ആ ഉത്തരവാദിത്വം മാത്രമേ അവർ നിറവേറ്റാൻ പാടുള്ളൂ. ഇവിടെയുള്ള ഏതെങ്കിലും BJPക്കാർക്ക് തോന്നുന്ന കാര്യങ്ങൾ വെച്ച് കാര്യങ്ങൾ നീക്കുകയല്ല വേണ്ടത്. അതൊരു തരത്തിലും ഗുണകരമായിട്ടുള്ളതല്ല. ഇവിടെയുള്ള BJPക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഇതിന് സഹായകരമായ രീതിയിൽ, അവർക്ക് സഹായകരമായ രീതിയിൽ ചില ഭാഗങ്ങളെടുത്ത് പുറത്തു കൊടുക്കലും അവരുടെ ജോലിയിൽപ്പെട്ടതല്ല. പിന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും കഥകൾ മെനയലും അവരുടെ ജോലിയിൽപ്പെട്ടതല്ല. അവരുടെ ജോലി എന്നത് ശരിയായ രീതിയിൽ അന്വേഷിക്കലാണ്, തെളിവ് കണ്ടെത്തലാണ്. ആ തെളിവിൻ്റെ ഭാഗമായി കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കലുമാണ്. അല്ലാതെ സ്വയം തീരുമാനിച്ച് കാര്യങ്ങൾ നീക്കലല്ല വേണ്ടത്. തെളിവാണ് അവർക്ക് പ്രധാനം. അതായിരിക്കണം എപ്പോഴും അവരെ നയിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഞാൻ കൃത്യമായി പറഞ്ഞതാണത്. കേരളം വികസനം തകർക്കുന്നതിന്, സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തകർക്കുന്നതിന് കേന്ദ്ര ഏജൻസികളും പ്രവർത്തിക്കുന്നതായിട്ട് അതിനൊരു തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CM പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ട് ഈ കേന്ദ്ര ഏജൻസികളുടെ തുടർന്നുള്ള ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ BJP നേതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലുള്ള നടപടികളിൽ ഈ സംസ്ഥാന സർക്കാർ ആ നിലപാട് കൂടുതൽ കടുപ്പിക്കുമോ അത്തരം കാര്യങ്ങളിൽ? ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറയുമ്പോൾ പറഞ്ഞിരുന്നു, ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുമെന്നുള്ളത്. ആ കത്ത് അയക്കുകയാണ്. അപ്പോൾ അതിന് പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് ഇടപെടൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. അതവർക്ക് പരസ്പരം ആശ്വസിക്കാനുള്ള ഒന്നായിരിക്കും. ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഇതിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ പ്രകടമാണല്ലോ. കോർപ്പറേഷനുകളിൽ വന്ന മാറ്റം പ്രകടമാണല്ലോ.
തങ്ങളുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ നേരത്തെ ഞാൻ പറയുമ്പോൾ എൽ ഡി എഫിന് പൂർണ്ണ ഭൂരിപക്ഷമുള്ള സ്ഥലമേ പറഞ്ഞിട്ടുള്ളൂ. വയനാട്ടിൽ തുല്യനിലയാണ്. തുല്യനില അപ്പുറത്ത് ഭൂരിപക്ഷമാണെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. തുല്യനിലയിൽ നിൽക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ നിലനിൽക്കുകയാണ്. വലിയ തകർച്ച അവർക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവർ പ്രതീക്ഷിച്ചത് ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ വലിയ തോതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കളയാമെന്നാണ്. ജനങ്ങളത് പൂർണ്ണമായി തിരസ്കരിച്ചു. ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് വലിയ നേട്ടം കൊയ്യാമെന്ന് കരുതിയ സ്ഥലത്ത് പോലും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ വലിയ പരാജയവും സംഭവിച്ച പ്രദേശങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്? അത് മതനിരപേക്ഷ ചിന്താഗതിക്കാരായ അവരുടെ കൂടെയുള്ളവർ തന്നെ അതിനെതിരായ നിലപാട് സ്വീകരിച്ചു. എൽ ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. എൽ ഡി എഫിന് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് പോലും അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എൽ ഡി എഫിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചത്, മറ്റൊന്ന് ഇവർ സ്വീകരിച്ച തെറ്റായ നിലപാടിൻ്റെ ഭാഗമായി ശരിയായ നിലപാട് സ്വീകരിക്കുന്ന അണികൾ മാറി വന്നത്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു എന്നതാണ് വസ്തുത. അത് കാണാതെ ഞങ്ങൾ പിടിച്ച മുയലിന് കൊമ്പ് 3 തന്നെ എന്ന് പറയുന്ന നിലയാണെങ്കിൽ പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അവർ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് പറ്റിയ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള തിരുത്തൽ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് മതിയാക്കാം അല്ലേ? ശരി.